നിങ്ങൾ എപ്പോഴെങ്കിലും ഭർത്താവിന്റെ തല സ്വന്തമായി പ്രാർത്ഥിച്ച് മാറ്റിവെപ്പിച്ച ഒരു സ്ത്രീയെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇവരെ കാണുക. തലച്ചോറ് മൊത്തം ചതഞ്ഞു പോയി, തലയോട്ടി എടുത്തു മാറ്റി അവിടെ ഫ്രീസറിൽ വെച്ചിരിക്കുവായിരുന്നു. തളർച്ചയ്ക്ക് ഞങ്ങൾ വലതുവശത്ത് ഈ പുസ്തകം എടുത്ത് വെച്ചോണ്ട് കിടക്കുമ്പോൾ ഞാൻ യേശുനാമത്തിന്റെ ശക്തി എന്ന പുസ്തകം തളർച്ചയ്ക്ക് ഞങ്ങൾ വലതുവശത്ത് ഈ പുസ്തകം എടുത്ത് വെച്ചോണ്ട് ഭയങ്കരം തന്നെ അല്ലേ? കണ്ടല്ലോ, ഇവരാണ് യഥാർത്ഥ ഭാര്യ. ഭർത്താവിന്റെ തല ചതഞ്ഞരഞ്ഞു പോയി ആ തലയോട്ടി ഫ്രിഡ്ജിനകത്ത് വച്ചിരുന്നതിനെ എടുത്തോണ്ട് വന്ന് പ്രാർത്ഥിച്ച് ഭർത്താവിന് തല തിരിച്ചു കൊടുത്ത് ജീവൻ നൽകി ഭർത്താവാക്കി സ്വീകരിച്ച സ്ത്രീ. ഇവരാണ് കുലസ്ത്രീ എന്ന് പറയുന്നത്. അതിലും രസം കേട്ടല്ലോ, കണ്ടില്ലേ? അവിടെ നിൽക്കുന്ന ആ പള്ളിയിലെ അച്ഛൻ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആ കോട്ടക്കണിഞ്ഞ് നിൽക്കുന്ന ആ ജന്മം, അയാൾ രണ്ട് കൈയും തലയിൽ വെച്ചു പോയി. കാരണം ഇത്രയും അത്ഭുതകരമായ ഒരു സംഭവം പ്രവർത്തിപ്പിച്ച ആ സ്ത്രീയെ കണ്ട് ഇദ്ദേഹം തന്നെ ഞെട്ടിപ്പോയി. ഞാൻ ഇത്രയും കാലം കിടന്ന് ദൈവമേ ദൈവമേ എന്ന് വിളിച്ച് ദൈവത്തിന് വേണ്ടി ഇത്രയും ഊഴവേലയൊക്കെ ചെയ്തിട്ടും എനിക്ക് കഴിയാത്തൊരു കാര്യം ആ സ്ത്രീ വന്ന് കണ്ട ബൈബിള് വെച്ച് പ്രാർത്ഥിച്ചു, ഭർത്താവിൻ്റെ തലയെടുത്തോണ്ട് വന്ന് ശരിയാക്കി അവർ പോവുകയും. എന്തൊരു അത്ഭുതമാണിത്! അതിനേക്കാൾ വിശേഷം എന്ന് പറയുന്നത് അത് കണ്ടോണ്ടിരിക്കുന്നവരും കേട്ടോണ്ടിരിക്കുന്നവരും അല്ലേലൂയ 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 എന്ന് വിളിക്കുകയാണ്. കാരണം ഈ അത്ഭുത സംഭവമല്ലേ. ശാസ്ത്രം എത്രയോ പിറകോട്ടാണ് കിടക്കുന്നത്. നൂറ്റാണ്ടുകളായി പഠനം നടത്തിയിട്ട് പോലും ഇന്ന് വരെ മനുഷ്യന്റെ ഹാർട്ട് വരെ മാറ്റിവെക്കാൻ നമ്മളെത്തി, എന്നാൽ തല മാറ്റിവെക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെയാണ് ദൈവവിശ്വാസവും ശാസ്ത്രവും തമ്മിലുള്ള ഒരു വടംവലി നടക്കുന്നത്. ദൈവവിശ്വാസം എപ്പോഴും മുമ്പിൽ തന്നെയാണ്. ആഫ്രിക്കൻ രാജ്യത്ത് ഒരുത്തൻ മരണപ്പെട്ട് പെട്ടിയിൽ അടക്കം ചെയ്ത ഒരു മനുഷ്യനെ ജീവനോടെ എഴുപ്പിച്ചിരിക്കുന്നു. ഇപ്പൊ നമ്മുടെ കൊച്ചു കേരളത്തിൽ തല പോലും മാറ്റി വെച്ചിരിക്കുന്നു പ്രാർത്ഥിച്ച്. ഇപ്പൊ ശാസ്ത്രം എവിടെ എത്തിയിരിക്കുന്നു? ശാസ്ത്രം എത്രയോ പുറകിലാണ്. ഇനിയും നമ്മൾ കാണേണ്ടതും കേൾക്കേണ്ടതും വിശ്വസിക്കേണ്ടതും ഒക്കെ ഇതാണ്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വലിയ ചെലവൊന്നുമില്ല. ഒരു മനുഷ്യന് തല ആക്സിഡന്റ് ആയിപ്പോയി മെഡിക്കൽ കോളേജിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ എത്ര പണമാണ് ചെലവ്, എത്ര ദിവസം കാത്തു കിടക്കണം, എത്ര ദിവസം കഴിഞ്ഞാൽ അയാളൊന്ന് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും. ഇവിടെയാണെങ്കിലോ ഒരു പണിയില്ല. ബൈബിൾ എടുക്കുക, കൊണ്ടുവയ്ക്കുക, പ്രാർത്ഥിക്കുക, തല എടുത്തോണ്ട് തിരിച്ചു വെച്ചു കൊടുക്കുക, എഴിച്ചു കൊണ്ടങ്ങ് വീട്ടിൽ കൊണ്ടുപോവുക. ഒരു പണിയില്ല. അവിടെ പിന്നെ അവർ ഇവരൊക്കെ കൊണ്ടുവരുന്നതിന് വല്ല പെട്രോൾ അടിക്കാനുള്ള ചെലവ് എല്ലാം കൊടുക്കേണ്ടി വരും. ഒരുപക്ഷെ നമ്മുടെ കയ്യിൽ അത് കൊടുക്കാനില്ലെങ്കിൽ തന്നെ ഒരു കുഴപ്പമില്ല, ഇവരുടെ കൂടിയാൽ മതി. ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാനുള്ള കൂട്ടുകാരനായിട്ട് കൂടെ കൂടിയാൽ മതി. പൈസ കൊടുക്കണമെന്നൊന്നുമില്ല. അതല്ലാതെ പറ്റുമോ? ഈ പൈസ കൊടുക്കണേക്കാൾക്ക് വലിയ സന്തോഷമാണ് അവർക്ക് ഈ കൂടെ കൂടുന്നത്. ശാസ്ത്രം ഇത്രത്തോളം പുരോഗമിച്ചിട്ടും ശാസ്ത്രം എന്താണെന്ന് ലോകം മനസ്സിലാക്കിയിട്ടും ഇതെല്ലാം കേട്ടിരുന്ന് വിശ്വസിക്കുന്ന മനുഷ്യരെ നമ്മൾ അന്ധവിശ്വാസികളെന്ന് വിളിക്കണോ അതേ അടിമകളെന്ന് വിളിക്കണോ? ശരിക്കും പറഞ്ഞാൽ അവർ വിശ്വാസികളല്ല, അടിമകളാണ്. ഒരു അടിമയെന്ന് പറഞ്ഞാൽ എന്താണ്? ഉടയൻ പറയുന്നതെല്ലാം വിശ്വസിക്കുക എന്നുള്ളതാണ്. തിരിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യമില്ല, തിരിച്ച് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. അതിനെയാണ് അടിമകളെന്ന് നമ്മൾ പറയുന്നത്. ഇവരെന്ന് നമ്മൾ വിശ്വാസികളെന്നല്ല പറയേണ്ടത്, അടിമകളെന്നാണ്. മതത്തിന്റെ അടിമകൾ. എന്ത് പറഞ്ഞാലും ഇവറ്റൊക്കെ അത് വിശ്വസിച്ചേ പറ്റും. തലകുലിക്ക് സമ്മതിച്ചു കൊടുക്കുക. സമ്മതിച്ചു കൊടുത്തില്ലെങ്കിലോ അവന്റെ കുടുംബത്തെ ശപിച്ച് നിന്റെ തലമുറകൾ മൊത്തം തന്നെ നശിച്ച് നാരായണ കല്ലായി പോകുന്നുള്ള ശാപവാക്കുകൾ. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഈ അടിമകളെല്ലാം തലയാട്ടി കൊടുക്കും. ഇരുന്ന് വിശ്വസിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. മലയാളികളായ നമുക്കൊക്കെ അഭിമാനിക്കാം. കാരണം നമ്മുടെ കൊച്ചു കേരളത്തിലല്ലേ ഇത്രയും വലിയൊരു വികസനം നടന്നിരിക്കുന്നത്. അതും മലയാള ഭാഷയിൽ തന്നെ. തല മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയിരിക്കുന്നത് ഒരു പ്രാർത്ഥിക്കുന്ന സ്ത്രീയാണ് ഇത് വിജയിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് അഭിമാനിക്കാവുന്ന വകയെ നൽകുന്ന കാര്യം തന്നെയാണ്. ഇവിടെ സംസ്ഥാന ഗവൺമെന്റും ഇന്ത്യൻ ഗവൺമെന്റും കോടിക്കണക്കിന് രൂപകൾ മുടക്കിയിട്ടാണ് ഓരോ മെഡിക്കൽ കോളേജുകൾ ഉണ്ടാക്കുന്നത്. എന്തിനാണ് ഇതിന്റെയൊക്കെ ആവശ്യം? ഒരു കാര്യമില്ലാത്ത കാര്യങ്ങളും മണ്ടത്തരങ്ങളുമാണ് ഇവരൊക്കെ ചെയ്യുന്നത്. ഇവരൊക്കെ ചെയ്യേണ്ടത് ഹൈവേകളുടെ സൈഡിലെല്ലാം ഒരു ഫ്രീസറുകൾ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ തല ഒടിഞ്ഞു വരുന്നവരെയും തല തെറിച്ചു വരുന്നവരെയൊക്കെ പറക്കൊണ്ട് ഫ്രീസറിനകത്ത് വയ്ക്കുക. എന്നിട്ട് ഇവരെ വിളിച്ച് കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിച്ചാൽ മതി. ആളിനെ അപ്പം തന്നെ നമുക്ക് തലയൊക്കെ ജോയിൻ ചെയ്യിപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഗവൺമെന്റ് ഇത്രയും കോടികൾ മുടക്കി ഇത്രയേറെ വിദ്യാർത്ഥികളെ ഗവൺമെന്റ് നഷ്ടം സഹിച്ച് മെഡിക്കൽ വിദ്യാർത്ഥികളായിട്ട് പഠിപ്പിച്ച് ഡോക്ടർമാരാക്കി ഇറക്കിയിട്ടും ഇന്ന് വരെ യോമാരെ കൊണ്ട് കഴിഞ്ഞത് എന്താ? ഹാർട്ട് മാറ്റി വയ്ക്കാൻ മാത്രമേ പറ്റുള്ളൂ. 10 പൈസ ചിലവില്ലാതെ തല മാറ്റി വയ്ക്കുന്ന ഒരവസ്ഥയിൽ പ്രാർത്ഥന ടീം എത്തിയിരിക്കുന്നു. കുറച്ചു കാലം മുമ്പ് വരെ ഇവർ ഏകദേശം നമുക്കൊപ്പം തന്നെയായിരുന്നു. ഈ മെഡിസിൻ ശാസ്ത്രത്തിന്റെ ഒപ്പം തന്നെയായിരുന്നു. കാലും കൈയും ഒക്കെ ഒടിഞ്ഞാലൊക്കെ ചെവി കണ്ടുകൂടാ, കണ്ണ് കണ്ടുകൂടാത്തവരെയൊക്കെ ശരിയാക്കിയിരുന്നു. ഇപ്പോഴിതാ തല തന്നെ മാറ്റി വയ്ക്കത്തക്ക കാലം എന്തായാലും നമുക്ക് നൽകുന്ന ഒരു പുരോഗതി തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഇവരുടെയൊക്കെ വീഡിയോകൾ കാണുമ്പോൾ തോന്നുന്നത് ഇത് പ്രാർത്ഥനാ സ്ഥലങ്ങളാണോ അതേ ഏറ്റവും നല്ല കള്ളം പറയുന്നവർക്കുള്ള പ്രൈസ് കൊടുക്കുന്ന ഇത് വല്ല സമ്മാന പദ്ധതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഏറ്റവും നല്ല കള്ളം പറയുന്നവർക്കുള്ള സമ്മാനം കിട്ടുന്ന ഒരു വേദികളായി ഈ പള്ളികളും പ്രാർത്ഥനകളും പ്രാർത്ഥനാ സംഘങ്ങളും മാറിയിരിക്കുന്നു. എന്ത് ചെയ്യാം സുഹൃത്തുക്കളെ? നമ്മുടെ ഗവൺമെന്റുകൾക്ക് ഇത്തരം അനാചാരങ്ങൾ പ്രചരിപ്പിക്കുന്ന സംഘങ്ങളെ ഒതുക്കുവാനുള്ള കഴിവില്ലാതെയായി. കാരണം അവർക്ക് വേണ്ടത് വോട്ട് ബാങ്കാണ്. നിങ്ങൾ തലയല്ല, മനുഷ്യൻ കുഴിച്ചിട്ട് ഒരു 6-8 മാസം കഴിഞ്ഞ് ആ ബോഡി അഴുവി മണ്ണിൽ ചേർന്ന മനുഷ്യനെ അവർ ജീവിപ്പിച്ച് കൊണ്ടുവന്ന് നിർത്തിയാലും അത് പറഞ്ഞാലും നമ്മുടെ ഗവൺമെന്റുകൾക്ക് അംഗീകരിച്ചു കൊടുത്തേ പറ്റൂ. കാരണം ഇല്ലെങ്കിൽ ഇവരുടെയൊക്കെ വോട്ടുകൾ നഷ്ടപ്പെടും. എന്തൊരവസ്ഥയാണിത്!